ഇപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോ ഇടാൻ ഭയങ്കര മടിയാണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഡെയിലി ഡേ ഇൻ മൈ ലൈഫ് തന്നെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കും ഒരു മടുപ്പ്, കാണുന്ന നിങ്ങൾക്കൊരു മടുപ്പാവും. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഡെയിലി വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഒരു മാറ്റം ഇല്ലാതെ ഇങ്ങനെ തുറന്നുകൊണ്ട് പോവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു വലിയ മടി പോലെ തോന്നുന്നു വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒക്കെ. അപ്പോൾ പിന്നെ മെയിൻ കാരണം എന്ന് വെച്ചാൽ അത് വ്യൂസും കുറവാണ്. അതുകൊണ്ടൊക്കെ തന്നെ മനസ്സൊക്കെ മടിച്ചു കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് വേറെ കണ്ടൻറ്റൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മുടെ പോലുള്ള വീട്ടമ്മമാർക്ക്, കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ നമുക്ക് ഇതൊക്കെ എപ്പോഴേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, ഒരു മടുപ്പ് തോന്നി തുടങ്ങിയിരിക്കുന്നു കേട്ടോ. പിന്നെ നമുക്ക് നിർത്താനും വഴിയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചാനലിപ്പോൾ മോണിറ്റൈസൊക്കെ ആയിക്കഴിഞ്ഞു. ഇപ്പം ചെറുതായിട്ട് ഡോളറൊക്കെ കയറി തുടങ്ങി. $10 പോലും ആയില്ല, അത് വേറെ കാര്യം കേട്ടോ. എല്ലാം 0.1ഉം 2 ഒക്കെ തന്നെ കയറുന്നത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ബ്ലോഗിലോട്ട് വരാം. അപ്പോൾ ജിത്തൂട്ടിന് ഇന്ന് 2 ദിവസമായിട്ട് ഇപ്പം ചുമയാണ് കേട്ടോ. അപ്പം നമ്മളെ പറമ്പിൽ ചെന്നിട്ട് ഞാൻ ഞവര പിച്ചുവാണ്. നമ്മൾ അതിന് ചാറ് പിഴിഞ്ഞ് തേലിന് ചായച്ച് കൊടുക്കാനാണ്. അപ്പോൾ പറമ്പിൽ ചെന്ന് ഞവര പിറ്റ സമയത്തേക്ക് ഇതേ ഒരു ആൾ വന്നിരിക്കുന്നുണ്ടോ ഇലയിൽ. ആ ഇലയുടെ കളറിൽ തന്നെ ഉള്ളൊരു പുഴുവാണ് കേട്ടോ. അപ്പം ഞവര പിച്ചുന്നവർ സൂക്ഷിച്ചൊക്കെ പറിക്കണം കേട്ടോ. അത് ഇങ്ങനെയൊക്കെ ഇരിക്കും. ആ ഇലയുടെ കളറിൽ തന്നെയുള്ള പുഴുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവർക്ക് മരുന്ന് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ചാപ്പാട് കൊടുത്തത്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ സൈഷോട്ട് ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും. അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ കറികളൊക്കെ വെക്കണം 1 മണിക്ക് മുന്നേ. അപ്പം നമുക്ക് കിട്ടിയ മീൻ എന്ന് വെച്ചാൽ ചാളമീനാണ് കേട്ടോ. നമ്മൾ ചാളമീനാണെങ്കിൽ നല്ല കുരുമുളകൊക്കെ ഇട്ട് വറുത്ത ഒലുവയൊക്കെ ഇട്ടിട്ട് ഞാൻ ചീനിച്ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിയും വെളുത്തിട്ട് വഴറ്റി അതിലെല്ലാം മസാല ചേർത്തിട്ട് അത് ഈ തേങ്ങ അരപ്പിട്ട് മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് പരുവത്തിലാക്കി അരച്ച് പുളിയും ഉപ്പോടെ ചേർത്താണ് എടുക്കുന്നത്. അതൊരു മെത്തേഡാണ് ഞാൻ വയ്ക്കുന്നത് മീൻകറിയുടെ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ സൈഷട്ടന്തേ നമ്മൾ ചീനിക്കിഴങ്ങ് മധുരക്കിഴങ്ങ്, നമ്മുടെ കേരളത്തിലെ മധുരക്കിഴങ്ങ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ജിത്തൂട്ടിനാണ്. പിന്നെ ബാക്കി നമ്മളും കഴിക്കും. അതും പുഴുങ്ങി വെച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ കറി അടുപ്പത്ത് വെച്ചു. പിന്നെ അതിലേക്ക് ഇടാനായിട്ട് മാങ്ങ പറിക്കാൻ പോകുന്നത് നമ്മൾ അടുക്കളയോട് ചേർന്ന് തന്നെ മാവ് നിൽപ്പുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ പിച്ചാച്ചാറൊക്കെ ഇടാറുണ്ട്. ഇത് പഴുക്കാറായിട്ടോ, മാങ്ങയൊക്കെ വിളഞ്ഞു തുടങ്ങി. അപ്പോൾ അതേ അമ്മ തോട്ടം വെച്ച് മാങ്ങ അടത്തുവാണ് കേട്ടോ. അങ്ങനെ ആ സമയം കൊണ്ട് ഞാൻ കറി അടുപ്പിലാക്കി. അത് കഴിഞ്ഞിട്ട് മുരിങ്ങയില പറിക്കാൻ പോകണം കേട്ടോ. ഞങ്ങളെ വീടിനോട് ഇച്ചിരി അപ്പുറത്തോട്ട് മുരിങ്ങയില നിൽപ്പുണ്ട്. അത് വലിയൊരു മരമായിരുന്നത് മുറിച്ചു കേട്ടോ. അതിനുശേഷം ഇപ്പോൾ കിളുന്തലകളാണ്, നല്ല കിളുന്തലകൾ നല്ല ടേസ്റ്റാണ് വയ്ക്കുമ്പോൾ. അത് പറിച്ചിട്ട് വരുവാണ് കേട്ടോ. വരുന്ന വഴി നമ്മളെ വീടിനോട് ചേർന്നുള്ള ആ റബ്ബർ തോട്ടമാണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ അത് ഇറക്കത്തോട്ട് വരുമ്പോൾ ആദ്യം കാണുന്ന ഈ കുഞ്ഞു വീടാണ് നമ്മുടെ വീട് കേട്ടോ. അത് അതിനപ്പുറത്ത് കാണുന്ന 2 വീടും നമ്മുടെ ചേട്ടൻ്റെ അനിയന്മാരുടെ വീടാണ്. അപ്പം മുരിങ്ങയില പറിച്ച് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പരിപ്പ് കറി വെക്കാനാണ്. പരിപ്പ് മുരിങ്ങയില ഇട്ട് ഒരു ഒഴിച്ചുകറി പോലെ വെക്കാനാണ് കേട്ടോ. അപ്പോൾ മാങ്ങ അടത്തിയപ്പോൾ മാങ്ങ തറയാൻ വേണ്ടി തല്ലിപ്പോയി കേട്ടോ. ചെറുതായിട്ടൊന്ന് ചതഞ്ഞു. അങ്ങനെ ഇതേ മാങ്ങ അരിഞ്ഞ് ഞാൻ മീൻകറി ഇടാൻ വേണം. പകുതി മാങ്ങ ഇട്ടുള്ളൂ കേട്ടോ. എല്ലാം ഇട്ടാൽ നല്ല പുളിയായിരിക്കും. അങ്ങനെ മാങ്ങ അരിഞ്ഞിട്ട് ഇതേ നമ്മളെ മീൻകറിയൊക്കെ നല്ലവണ്ണം തിളച്ച് വന്നിട്ട് നല്ല മണമൊക്കെ ആയിരുന്നു, നല്ല ടേസ്റ്റും ആയിരുന്നു. അങ്ങനെ മീൻകറി റെഡിയായി. അതിനുശേഷം ഇനി നമ്മൾ പരിപ്പ് കറി വയ്ക്കാൻ പോകണം കേട്ടോ. അതിനുവേണ്ടി ഞാൻ മുരിങ്ങയില നല്ലോണം ഇറുത്തിറുത്ത് ഇട്ടിട്ട് ആദ്യം പരിപ്പ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. പരിപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ചേർത്ത് അടുപ്പി വെച്ചിട്ടുണ്ട് കുക്കറിൽ കേട്ടോ. ആ സമയം കൊണ്ട് നമ്മൾ കുറച്ച് മീനെടുത്ത് വറുക്കുവാണ്. ഉച്ചയ്ക്കത്തേക്ക് മീൻ വറുക്കത്തേ ഉള്ളൂ, രാത്രിത്തേക്ക് നമ്മൾ ഫ്രഷായിട്ട് അപ്പോൾ വറുക്കത്തേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പരിപ്പ് റെഡിയായി. അതിലേക്ക് നമ്മൾ കടുക് വറുത്ത് ഒഴിച്ചു കേട്ടോ. അപ്പോൾ അതേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ടേസ്റ്റാണ് പരിപ്പ് കറിക്ക്. അതിനുശേഷം ഞാൻ കുളിച്ചിട്ട് വന്ന് ചായ ഇട്ട്. ചായക്ക് വൈകിട്ട് റസ്ക്കാണ്. റസ്ക് ഇതേ ജിത്തൂട്ടിന് കുറച്ച് പിച്ച് കൊടുത്തിട്ട് ഞാനും കഴിക്കുകയാണ്. വൈകുന്നേരം സൈഷേട്ടൻ വന്നിട്ട് മാങ്ങ അരിഞ്ഞു മുളക് പൊടിയും ഉപ്പോടെ വരവ് വെച്ചിരുന്നു. അത് നമ്മൾ അച്ചാറിടുവാണ് കേട്ടോ. അപ്പം നല്ലെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവ ഇട്ടിട്ട് അതിൻ്റെ കൂടെ നമ്മൾ വെളുത്തുള്ളി, ചുമന്ന മുളക് ചുമന്ന് അത് പഴുത്തു പോയി കേട്ടോ. പിന്നെ കറിവേപ്പില ഇട്ട് നല്ലവണ്ണം മൂപ്പിച്ചിട്ട് നല്ലവണ്ണം വെളുത്തുള്ളിയൊക്കെ നല്ല മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് പിന്നെ കായപ്പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ വരവ് വെച്ചിരിക്കുന്ന മാങ്ങയും തട്ടിയിട്ട് ഉപ്പും ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് എടുക്കുവാണ്. നമ്മൾ വിനാഗിരിയൊന്നും ചേർത്തില്ല കേട്ടോ മാങ്ങയ്ക്ക്. അതിനുശേഷം മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി ചോറ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ല ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്